ജീവിതത്തിൽ വലിയ വീതിയൊന്നുമില്ല, തടാകം പോലെ കെട്ടിക്കിടക്കുന്ന ജീവിതം. ശിങ്കിളി ശിങ്കിളി പാട്ടുകൾ നമുക്ക് പരിചയമുണ്ട്. സൊറ പക്ഷെ നമുക്കറിയില്ല. ഇല്ല. അതുപോലെ മൂലമുടയൻ, മൂലമുടയവൻ ഒരുവനായ ഒരുവൻ, അത് ദൈവം എന്നുള്ള അർത്ഥം. ഏകനായ ദൈവം എന്നാ. ഒരേ സമയം കോൺഗ്രസ് ആയിരിക്കാനും ഒരേ സമയം സയനിസ്റ്റ് ആയിരിക്കാനും സാധിക്കില്ല. അപ്പൊ ഗാന്ധിയുമായിട്ട് പിണങ്ങി. അതെ. അയാള് ദിവാന്റെ അടുത്ത് കൃഷ്ണവിലാസത്തിൽ പോയിട്ട് പറഞ്ഞ്, എനിക്ക് തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരോടാണ് പറഞ്ഞത്? അക്കാലത്ത് ദിവാന്റെ അടുത്ത് എന്നിട്ട് ഒരു യുവത ചെറുക്കം പറയണ്, എനിക്ക് പഠിക്കണമെന്ന ആഗ്രഹം, പിന്നെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് അവൻ എല്ലാ സാഹചര്യവും ചെയ്തു കൊടുത്തു ദിവാൻ. ചരിത്രമുറങ്ങുന്ന ഭൂമികയെക്കുറിച്ച് നമ്മൾ ഒത്തിരി ചർച്ച ചെയ്യാറുണ്ട്. കേരളം ചരിത്രപ്രസിദ്ധമായ നിരവധി ഗ്രാമങ്ങളും സെറ്റിൽമെൻറ്റുകളും നഗരങ്ങളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ്. അതിൽ കൊച്ചിയും കോഴിക്കോടും തിരുവനന്തപുരവും കൊല്ലവുമൊക്കെ ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ ഓർക്കാറുണ്ട്. ഈ സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രമുറങ്ങിക്കിടക്കുന്ന പ്രദേശം എന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിക്കാറുണ്ട്. ചരിത്രം ഉറങ്ങിക്കിടക്കുകയല്ല, യഥാർത്ഥത്തിൽ ഉണർന്നിരിക്കുന്ന പ്രദേശങ്ങളാണിത്. ചരിത്രം ഉണർന്നിരിക്കേണ്ടത് അനിവാര്യമാണ്. ചരിത്രത്തെ നിരന്തരമായി നമ്മുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരേണ്ടത് ഭാവി സുരക്ഷിതമാക്കുവാനും നല്ല ഭാവി സൃഷ്ടിക്കുവാനും നമുക്ക് ആവശ്യമായൊരു കാര്യമാണ്. ഇവിടെ കൊച്ചിയുടെ ചരിത്രം, കൊച്ചിയുടെ മതസൗഹാർദ്ദത്തിൻ്റെ ചരിത്രം, കൊച്ചിയിൽ മനുഷ്യർ പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിച്ചതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് പ്രസിദ്ധ ജേർണലിസ്റ്റും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ ജമാൽ കൊച്ചങ്ങാടി. 1963 അദ്ദേഹം പത്രപ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ്. എത്രയോ ആളുകൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ പത്രപ്രവർത്തന പരിശീലനം നേടി ഇന്ന് വിവിധ മീഡിയകളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം നല്ല ഒന്നാന്തരം സാംസ്കാരിക പ്രവർത്തകനാണ് അദ്ദേഹം. വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള ജമാൽക്കയുടെ വൈദഗ്ധ്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. താൻസിൻ്റെ സംഗീതത്തെക്കുറിച്ചും ലതാ മങ്കേഷ്കറുടെ സംഗീതം, സിനിമ, അതിലെ തിരക്കഥകൾ, അതുപോലെ ഗാനരചന, നോവൽ, പത്രപ്രവർത്തനം, സാംസ്കാരിക പ്രവർത്തനം എന്നിങ്ങനെ കലാ സംസ്കൃതിയുടെ വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 30-ലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രസക്തമായ ഒരു നോവൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു, സിനഗോഗ് ലെയ്ൻ. മാതൃഭൂമിയാണ് അത് പ്രസിദ്ധീകരിച്ചത്. സിനഗോഗ് ലെയ്ൻ 120 മീറ്റർ നീളമുള്ള ഒരു ജൂതത്തെരുവാണ്. ആ ജൂതത്തെരുവിൻ്റെ കഥയാണ് ജമാൽ കൊച്ചങ്ങാടി ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത്. ഇതിനെ ഒരു നോവൽ എന്ന് വിളിക്കാം, പക്ഷേ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനിത് വായിച്ചപ്പോൾ ഒരു ചരിത്ര ഗ്രന്ഥം പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ചരിത്രബാഹ്യമായി ഒന്നുമില്ല, അനുഭവങ്ങളുടെ ഒരു മഹാസാഗരം തുറന്ന് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നു ജമാൽക്ക. അതും ജൂതന്മാരുടെ. ലോക ചരിത്രത്തിൽ ഇത്രയും അധികം പീഡനങ്ങൾ അനുഭവിക്കുകയും പല തരത്തിൽ വിമർശിക്കപ്പെടുകയും ചെയ്ത ഒരു ജനതയില്ല. അതേസമയം കേരളത്തിലെ ജൂതന്മാർ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായി ജീവിച്ചവരാണ്. ആ ജൂതരുടെ സെറ്റിൽമെൻറ്റുകൾ, ജൂതന്മാരും മറ്റ് ഇതര വിഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം ഈ സിനഗോഗ് ലെയ്ൻ എന്ന ചെറുപ്രദേശത്തെ ജൂതത്തെരുവിനെ മുൻനിർത്തി ഒരു വിശാലമായ ലോകം, ജൂതൻ്റെ ലോകവും ജൂതനോട് ബന്ധപ്പെട്ട നമ്മുടെ ലോകവും അദ്ദേഹം വരച്ചിടുകയാണ്. ആ അർത്ഥത്തിൽ ഒരു മെമ്മറി ആസ് ഹിസ്റ്ററി എന്ന് ഗണിക്കാവുന്ന ഒരു അന്നാന്തരം നോവലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തോടുള്ള ഒരു ചെറു ഭാഷണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജമാൽക്ക, സ്വാഗതം. അപ്പോൾ ജമാൽക്ക, ഈ കൊച്ചങ്ങാടി എന്നുള്ളത് കൊച്ചിയുടെ തന്നെ ഭാഗമാണ് അല്ലേ? ഫോർട്ട് കൊച്ചിയും ജൂതത്തെരുവും കൊച്ചങ്ങാടിയും ലില്ലി സ്ട്രീറ്റും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു വലിയ സാംസ്കാരിക ഭൂമിക അല്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ജൂതന്മാരുടെ തെരുവ് അല്ലേ, ജൂതത്തെരുവ്. അപ്പോൾ ആ ജൂതത്തെരുവിൻ്റെ ചരിത്രം ഇപ്പോൾ ഞാനതിൽ ശ്രദ്ധേയമായൊരു കാര്യം, ഒരു തെരുവിൻ്റെ കഥ എസ്.കെ. പൊറ്റക്കാട് എഴുതുമ്പോൾ അത് ആ തെരുവിൻ്റെ കഥയാണ്. ഇവിടെ ജമാൽക്ക, എനിക്ക് തോന്നുന്നത് ഈ 120 മീറ്റർ
നീളമുള്ള ഈ ജൂതത്തെരു 45 മീറ്ററുള്ള ക്ലോക്ക് ടവറിൽ അവസാനിക്കുകയാണ്. അവിടെ നിന്ന് ലോകത്തോളം വളരുന്ന രീതിയിൽ ഒരു ഒരു നോവൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ ക്രാഫ്റ്റിനെ കുറിച്ച് ഉള്ള ജമാൽക്കയുടെ അഭിപ്രായം എന്താണ്? ഇത്രയും വലിയ ഒരു മേഖല, അതായത് വർത്തമാനത്തിൽ നിന്ന് ആരംഭിച്ച് ഒരു 250 വർഷത്തോളം പിന്നോട്ട് പോയി വീണ്ടും വർത്തമാനകാലത്തിൽ വന്ന് അവസാനിപ്പിക്കുന്ന രീതിയിൽ ഒരു സിനിമ കാണുന്നത് പോലെ ഈ നോവൽ വായിച്ചു പോകാം. ഒരു വാഗ്മയ ചിത്രം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും ഓരോ അധ്യായം വായിക്കുമ്പോഴും. അത് ഏത് രൂപത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ നോവലിനെ കുറിച്ച് ഞാൻ എഴുതാൻ തുടങ്ങുന്ന കാലം മുതൽ കൊച്ചിയായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ക്യാൻവാസുള്ള ഒരു നോവല് എഴുതണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് 1961 SLCക്ക് പഠിക്കുന്ന കാലത്താണ് എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങിയത്. അത് ഞാനും MJ സക്കറിയ സേട്ട് എന്ന പേരുള്ള പിന്നീട് ഡെപ്യൂട്ടി സ്പീക്കറും ഡെപ്യൂട്ടി മേയറും ഒക്കെ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് പോയി. അന്ന് അദ്ദേഹം കുറച്ച് കഥകളുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 5 കഥകളും എൻ്റെ 3 കഥകളും ചേർത്തിട്ട് 5, 3, 1 എന്നുള്ള പേരിലാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം വരുന്നത്. അന്ന് ഞാൻ SLCക്ക് പഠിക്കണുള്ളൂ. പിന്നീട് സക്കറിയ സേട്ട് രാഷ്ട്രീയത്തിലേക്ക് പോയി, ഞാൻ ജേർണലിസത്തിലേക്കും വന്നു. അങ്ങനെ രണ്ടുപേരും വഴി ഉരിഞ്ഞു പോയതാണ്. അപ്പോൾ അന്ന് തൊട്ട് കൊച്ചിയുടെ സാംസ്കാരിക വൈവിധ്യത്തെക്കുറിച്ച് എനിക്കറിയാലോ. കാരണം നേറ്റീവാണ്. എൻ്റെ ക്ലാസ്സിൽ തന്നെ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ അന്നത്തെ ക്ലാസ്സിൽ ജൂതന്മാരും ജൂത കുട്ടികളും ഉണ്ട്, കച്ചി മെമൻസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. എല്ലാവരും കൂടിയിട്ട് ഒരു ഭേദചിന്തയില്ലാതെ പഠിച്ചിരുന്ന ഒരു കാലമാണ് ഒരു ക്ലാസ്സിൽ തന്നെ. അങ്ങനെ കാരണം അന്ന് എല്ലാവർക്കും വേണ്ടിയുള്ളായിരുന്നു അന്നത്തെ സ്കൂള്. അപ്പോൾ അതെനിക്ക് പിന്നെ ആഗ്രഹം. പിന്നെ കൊച്ചിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഇന്ത്യയിൽ ഇത്രയധികം കൊളോണിയൽ വർഷങ്ങൾ, അധിനിവേശത്തിൻ്റെ വർഷങ്ങൾ 444 കൊല്ലം പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ് ശരിയാ അവരുടെ കാലഘട്ടത്തെ അനുഭവിച്ച ആളുകൾ അവരുടെ രക്തം വീണ്, നാട്ടുകാരുടെ രക്തം വീണ് എന്തിനു വേണ്ടിയായിരുന്നു ആ യുദ്ധങ്ങളൊക്കെ എന്ന് ആലോചിച്ചാൽ വെറും പിന്നെ വ്യർത്ഥമായിരുന്നു എന്ന് തോന്നും. അത്രയും നമ്മളെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതാണെങ്കിലോ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി എന്നുള്ള ഇരട്ട നഗരങ്ങൾ 4 സ്ക്വയർ മീറ്ററിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. വളരെ ചെറിയ സ്ഥലമാണ്. അതിലൊരു ഭാഗമാണ് ഈ ജൂതത്തെരു. വലിയ വീതിയൊന്നുമില്ല, തടാകം പോലെ കെട്ടിക്കിടക്കുന്ന ജീവിതം. ഇത്തിരി പോണ സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന ജീവിതമാണ്. അപ്പോൾ അവിടെ ഇവര് എല്ലാം 80s ഞാൻ മുതിർന്നു വന്നപ്പോഴത്തേക്ക് ഈ ജൂതന്മാരൊക്കെ പോയിരുന്നു. ഞാൻ ആദ്യമായിട്ടൊരു ജൂതഭവനം സന്ദർശിക്കുന്നത് എൻ്റെ ഫാദർ, എൻ്റെ PS സൈനുദ്ദീൻ നൈന, അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരിച്ചു. അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറും കൂടി പത്രം നടത്തിയിരുന്നു കൊച്ചിയിൽ നിന്ന് തന്നെ. പക്ഷെ അതൊന്നും എനിക്ക് അക്കാലത്ത് അറിയില്ല, ചെറിയ പ്രായം. പക്ഷെ അദ്ദേഹം ഒരു ഇലക്ഷനിൽ ജയിച്ചു. ഈ മുനിസിപ്പൽ ഇലക്ഷൻ മത്സരിച്ച് ജയിച്ച സമയത്ത് പിന്നെ അദ്ദേഹം ചുരുട്ടും വലിച്ച് ഈ പഴയ മാനുവൽ ആയിട്ടുള്ള റിക്ഷയിൽ ഇരുന്ന് എൻ്റെ മടിയിൽ എന്നെ ഇരുത്തിയിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കോയർഫെഡ് അദ്ദേഹം സ്ഥാപിച്ചാണ്. ഇന്ന് ഇന്ത്യയിൽ 50 സ്ഥലങ്ങളിൽ വലിയ പ്രസ്ഥാനമായിട്ട് മാറി. അദ്ദേഹം ആണ് തുടങ്ങിയത്. അത് കൊച്ചിൻ സെൻട്രൽ കോയർ മാർക്കറ്റിംഗ് സൊസൈറ്റി, ട്രാവങ്കൂർ കോയർ മാർക്കറ്റിംഗ് സൊസൈറ്റി, ഇത് രണ്ടും അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് പിന്നെ കോയർഫെഡ് ആകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഈ ഫയർ പ്ലേസ് കാണാം. അത് പിന്നെ ഈ നെരിപ്പോട് എന്ന് നമ്മൾ
തീക്കായാനുള്ളതാണ്. അല്ല, കൊച്ചിയിൽ എത്ര തണുപ്പുണ്ടായിരുന്നോ? ഇല്ല, അല്ല, അതിന് ശീലത്തിന്റെ ശീലം കൊച്ചിക്കാരല്ലേ ഇത്. ഇത് യൂറോപ്പിൽ നിന്ന് വന്ന യഹൂദന്മാർ താമസിച്ചിരുന്ന ആ വീടുകളിൽ അവർക്ക് തണുപ്പ് വേണമല്ലോ, അതായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അതെ അതെ, കാരണം ഇവര് റീകോൺക്വസ്റ്റിക്ക് ശേഷം വന്ന വെളുത്ത ജൂതന്മാർ അവർ വരുന്നത് പിന്നെ 500 കൊല്ലം മുമ്പാണ് ഏകദേശം. അതെ അതെ, അതായത് ഫെർഡിനൻഡിന്റെയും ഇസബെല്ലയുടെ ഒക്കെ ആ കാലത്ത് അവര് പിന്നെ ഈ ഇതില്ലേ അവരുടെ ഇൻക്വിസിഷന്റെ കാലത്ത് 1492 റീകോൺക്വിസ്റ്റ് ഉണ്ടാവുന്നത്. ഈ സ്പെയിൻ അവര് കീഴടക്കിയതിനു ശേഷം അവിടുന്ന് ജൂതന്മാരെ മുഴുവനും പുറത്താക്കി, ജൂതന്മാരെ മുസ്ലിമുകളെ മുഴുവനും പുറത്താക്കി. ഇവരൊക്കെ ചുറ്റു വന്നിട്ടൊക്കെ ഉണ്ട്, കുറെ ആളുകളെ കൊലപ്പെടുത്തി. ശരിയാണ്. സഫാദി അവരാണ് അവർക്ക് യൂറോപ്പിൽ നിന്ന് വന്നുകൊണ്ട് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടാവും. അതായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയാ. അതല്ലെങ്കിൽ അവരുടെ ഒരു ട്രഡീഷൻ അങ്ങനെ വരുന്നതുമായിരിക്കും. അതെ, അതായിരിക്കണം. ഈ ജമാൽക്കാടി പുസ്തകത്തിൽ ഇപ്പം നമ്മളൊരു വർത്തമാനകാലത്തിൽ നോക്കുമ്പോൾ ജൂതനും മുസ്ലിമും തമ്മിൽ ഇപ്പോൾ ഈ സൈനിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ സംഘർഷം. അല്ല, അത് ഞാൻ അതേസമയം നമ്മൾ ഇവിടെ ഇപ്പോൾ സാറ കോഹനും താഹയും തമ്മിലുള്ള ഹൃദയൈക്യം, റൂബി ആൻറ്റി, അതുപോലെ അമീർ, അപ്പം ഇവരൊക്കെ തമ്മിലുള്ള ഒരു സൗഹൃദവും സ്നേഹവും ഒക്കെ. അപ്പോൾ കേരളത്തിൻ്റെ അനുഭവം ഇതായിരുന്നു അല്ലേ? ശരിക്കും കേരളത്തിൻ്റെ അനുഭവം നമ്മൾ ജനറലൈസ് ചെയ്ത് പറയല്ല, പക്ഷേ ഈ താഹയുടെയും സാറയുടെയും അനുഭവങ്ങളിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് അമീർ ബാവയും റൂബി ആൻറ്റിയെയും ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം അത് വ്യത്യാസമില്ല. അപ്പം നോവൽ ആരംഭിക്കുമ്പോൾ ഒരു കണ്ടംപററി സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് ആരംഭിക്കണം എന്നുള്ള ചിന്ത എൻ്റെ കയ്യിൽ. കാരണം നമ്മൾ ചരിത്രമാണ് പറയുന്നത്. കാരണം ഈ തളം കെട്ടിക്കിടക്കുന്ന ഒരു തെരുവ്, വളരെ കുറഞ്ഞ സ്ഥലം ഉള്ള ആ തെരുവിൽ നിന്ന് 250 കൊല്ലം ഒഴുകിപ്പോവുകയാണ്. അല്ലെങ്കിൽ ഒഴുകി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അത് വേറൊരു കഥയാണ്. കാരണം ഒരു കറുത്ത ജൂതന്മാരുടെ ഒരു കുടുംബം, യഹൂദ കുടുംബം, അവർ വെളുത്ത ജൂതന്മാർക്ക് എതിരായിട്ട് റെസിസ്റ്റ് ചെയ്ത് നിന്ന് പോരാടിയതിൻ്റെ കഥയാണ് ഈ AB സേലം കോച്ചയുടെ കഥ. ആ AB സേലം കോച്ചയെ പിന്നെ ജൂതഗാന്ധി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ തലമുറകളാണ് 5 കൊല്ലം ഈ മുതലിയാർ തൊട്ട് മുതലിയാറിൻ്റെ കഥ പറയുന്നുണ്ട്. ഒരു പ്രണയമാണത്. ഈ ശാലോം കോച്ച കറുത്ത ജൂതനാണോ വെളുത്ത ജൂതനാണോ? കറുത്ത ജൂതനാണ്. കറുത്ത ജൂതൻ എന്ന് പറഞ്ഞും ഇവര് ബ്രൗൺ ജ്യൂസ് കൂടിയുണ്ട്. അതെ, ഈ പിന്നെ ഇവരെ മാനുമേറ്റഡ് ജ്യൂസ് എന്ന് പറയാം. അടിമകൾ, മോചിക്കപ്പെട്ട അടിമകൾ എന്നാണ് അവർ പറഞ്ഞത്. മോചിക്കപ്പെട്ട അത് മാനുമേറ്റഡ് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം അവര് പിന്നെ അതിന് പേര് തന്നെയുണ്ട്. ഇവരെ ഈ ബ്ലാക്ക് ജ്യൂസിന് മെഷറാറിം എന്നാണ് പറയുന്നത്. മെഷറാറിം അങ്ങനെയാ പറഞ്ഞത്. മറ്റേ മെയൂക്കാസിം അങ്ങനെ പറയാം. അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഹീബ്രു റൂട്ടായിരിക്കും. അത് ഹീബ്രു റൂട്ടായിരിക്കണം. ഈ ഹിബ്രു വാക്കുകൾ പലതും ഇതിൽ വന്നുണ്ട്. ഹിബ്രു അത് ഈ കേരളത്തിലെ ജൂതന്മാർ പല സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. ആദ്യം കൊടുങ്ങല്ലൂരാണ് വന്നത്. കൊടുങ്ങല്ലൂരിനെ ഇവർ ശിങ്കിളി എന്ന് വിളിച്ചിരുന്നു. അപ്പോ പല പേര് ശിങ്കിളിപ്പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം തന്നെയുണ്ട്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, കാർകൂന്തൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഈ പാട്ട്. അപ്പൊ മിക്കവാറും അവർ മലയാളം വാക്കുകൾ ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഈ യഹൂദ മലയാളം എന്നുള്ള ഒരു ഡയലക്റ്റ്, യഹൂദ മലയാളം ഒരു ഡയലക്റ്റ് ഉണ്ട്. അപ്പൊ അതിൽ അവര് അഴക് എന്നുള്ളതിന് സൊറ എന്ന് പറയും. അത് ഞാൻ ജമാൽക്കോട് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് അറബി മലയാളം നമുക്ക് നല്ല പരിചയമുണ്ട്. അപ്പം ഈ ജൂത മലയാളം അത്ര പരിചിതമല്ല കേരളത്തിൽ. അല്ല. അപ്പം ഈ നോവലിൽ എത്രയോ വാക്കുകൾ ജമാൽക്ക്
ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡേവിഡ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ തുടങ്ങി. ഡേവിഡ് സ്റ്റാർ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഷിംഗ്ലി പാട്ടുകൾ നമുക്ക് പരിചയമുണ്ട്. സൊറ പക്ഷെ നമുക്കറിയില്ല. ഇല്ല ഇല്ല. അതുപോലെ മൂലമുടയൻ, ഒരുവനായ ഒരുവൻ, അത് ദൈവം എന്നുള്ള അർത്ഥം. ഏകനായ ദൈവം എന്നാ. ഏകനായ ദൈവം അവരുടെ ഏറ്റവും വലിയൊരു കോൺസെപ്റ്റാണ്, യഹോവ എന്നുള്ള. അതെ, മുസ്ലിങ്ങൾ അങ്ങനെ തന്നെ. മുസ്ലിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമില്ല. ഹെറിഡിറ്ററി ആയിട്ട് വരുമ്പോഴേ അതിന്റെ തുടർച്ചയാണ്. ഇസ്ലാമും ക്രിസ്ത്യാനിയൊക്കെ ഒന്നാണ്. പക്ഷെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് വ്യതിചലിച്ചു. വിശ്വാസപരമായിട്ടും ഘടനാപരമായിട്ടും ഒക്കെ ക്രിസ്ത്യാനിറ്റി ആ സെമിറ്റിക് മതങ്ങളിൽ ഈ 3 മതങ്ങളെ ആണ് എടുക്കണത്. അത് യൂറോപ്പിലേക്ക് പോയപ്പോൾ ഈ ഗ്രീക്കോ റോമൻ പാരമ്പര്യമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതേസമയം ഏഷ്യൻ ക്രിസ്ത്യാനിറ്റി ഇതേ പാരമ്പര്യത്തിൽ വരുന്നതാണ്. നമ്മളിപ്പോൾ ഇറാഖിലും ഇറാനിലും എന്നൊക്കെയുള്ള ഈ ഏഷ്യാറ്റിക് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ജൂതയിസവും തമ്മിൽ വളരെ അടുത്ത പല രസമാണ്. പല ആളുകളെന്ന് ചോദിക്കുക, അവര് ഉമ്മ എന്നാണ് വിളിക്കുന്നത്. ഉമ്മ എന്ന് മുസ്ലിംസുകാർ വിളിക്കുന്നത്. സാധാരണ ഗതിയിൽ മുസ്ലിം കളിയാക്കാൻ വേണ്ടി മൊയ്ലാരി എന്ന് പറയും. ഇങ്ങനെയുള്ള ചില പദപ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഭക്ഷണം ഇതിലൊരു പ്രത്യേക സംഭവം തന്നെയാണത്. അത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യം. ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ടുണ്ടായിട്ടുള്ളൊരു വലിയ വിവാദമാണ് ഹലാൽ ഭക്ഷണം മുസ്ലിങ്ങളെ ബന്ധപ്പെട്ട്. ഈ ജൂതന്മാരുടെ നോവൽ വായിച്ചപ്പോൾ അവർ കോഷർ അല്ലേ, കോഷർ ഭക്ഷണം അത് വളരെ പ്രധാനമായിരുന്നു. കോഷർ, താരേഫ് എന്ന് പറഞ്ഞാൽ മോശം. കോഷർ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് കഴിക്കാൻ അനുവദനീയമായത്, അത് തോറ പ്രകാരം അനുവദനീയമായത്. അതെ അതെ. അവർക്ക് അതിൻ്റെ നിയമങ്ങളൊക്കെ, ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. വളരെ റിജിഡാണ് ഇവര്, കർക്കശമാണ്. അവരുടെ ജീവിതത്തിൽ ഇത്തരം നിയമങ്ങളുടെ സ്വാധീനം വളരെ വലുതാണ്. അപ്പൊ അതനുസരിച്ചാണ് അവർ ജീവിക്കുക അല്ലേ? അതെ അതെ അതെ. അവരുടെ അതാ പിന്നീട് അതൊക്കെ പോയിട്ടുണ്ടാവും. അതെ അതെ. അപ്പൊ കോഷർ ബിരിയാണിയൊക്കെ പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നു. ഹലാൽ ബിരിയാണിയൊക്കെ വരുന്നത് അല്ല. എന്നിട്ടും ഇപ്പൊ പിന്നെ ഡാനിയൽ കോഹന്റെ ജീവിതം വരുമ്പോ അയാൾ പറഞ്ഞ വിവാഹം വാർഷികത്തിന്റെ 50-ാം വർഷം വരുമ്പോ കായിക്കയുടെ കടയിൽ നിന്ന് ബിരിയാണി വരുത്തിയിട്ടാണ് എല്ലാവർക്കും കൊടുക്കണം. അപ്പൊ ആ ചെമ്പ് 5 പ്രാവശ്യം കഴുകി, 5 പ്രാവശ്യം ചൂടുവെള്ളത്തിൽ കഴുകി ആ താജേഫൊക്കെ പോക്കതിന് ശേഷമാണ് അതിൽ ബിരിയാണി വെച്ച് കഴിച്ചത്. അതൊക്കെ അതിൽ പറയുന്നുണ്ട്. കായിക്ക അതിലൊരു സംഭവമാണ്. കായിക്കയുടെ കടയിൽ ഹോട്ടലിൽ MF ഹുസൈൻ വന്നിട്ടുണ്ട്. അത് വരച്ചിട്ട് ആ ചിത്രം അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. വളരെ പ്രശസ്തമാണ് മട്ടാഞ്ചേരിയിൽ കായിക്കാന്റെ കട. ബിരിയാണി അല്ലേ? ബിരിയാണി മാത്രമല്ല, അവരുടെ ഭക്ഷണം അതെല്ലാം പോയിട്ടുണ്ടാവും. അതുപോലെ ഈ ലത്തീൻ ക്രിസ്ത്യാനികളുണ്ടല്ലോ, അപ്പൊ അവരും ഈ ജൂത വിഭാഗവും തമ്മിലുള്ള ബന്ധം അതെനിക്കറിയില്ല കേട്ടോ, ശരിക്കും അറിയില്ല. കാരണം ചിലപ്പോൾ ഉണ്ടാവും. അത് ആദ്യം പറഞ്ഞ് മറ്റേ ഒരു പിന്നെ ക്രിസ്ത്യൻസ് ആദ്യം വരുന്നത് ഒരു അവരുടെ ഒരു അപ്പോസ്റ്റലിനുണ്ടല്ലോ, സെന്റ് തോമസ് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് ലാറ്റിൻ ക്രിസ്ത്യാനികൾ പൊതുവെ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ സെന്റ് തോമസ് നിന്ന് തുടങ്ങുന്നതാണ് അത് എന്ന് പറയുന്നത്. അവരുടെ ആചാരങ്ങളൊക്കെ ചിലപ്പോ ഇതായിരിക്കണം. ഇപ്പൊ ഈ 80കളിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്. അധികവും ഈ ജൂതന്മാരങ്ങ് പോയ സമയത്ത് ഇവിടെ 1-2 പേര് ഇരിക്കുന്ന ആളുകൾ, അവരെ കെയർ ടേക്കേഴ്സായിട്ടൊക്കെ അധികവും അവരുടെ മുസ്ലിം സുഹൃത്തുക്കളാണ് ഉണ്ടായിരുന്നത്. ഇവർ വീടുകൾ വിറ്റുപോയത് അതൊക്കെ നോക്കി നടത്തുന്നതൊക്കെ അങ്ങനെ ഒരു നല്ല അടുത്ത സൗഹൃദം, ഈ മുസ്ലിം ജൂത സൗഹൃദത്തിൻ്റെ ഒരു ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഈ അവിടുന്ന് കിട്ടുന്നുണ്ട് അല്ലേ? അതാ അതിൽ ഒന്നാണ് ഇതിപ്പോ ഈ പിന്നെ 96-ാമത്തെ വയസ്സിൽ 1980കളിലാണ് താഹ എന്നുള്ള ഒരു 12 വയസ്സുള്ള പയ്യൻ ആ തെരുവിലേക്ക് വരുന്നത്. സാറാ കൊച്ചയുടെ റൂബിയാണ് നമ്മളെ റൂബിയാൻ്റെ അടുത്തേക്ക് വരുന്നത്. റൂബിയാൻ്റെ അത് ആദ്യം അവര് നീരസത്തോടു കൂടിയാണ് അവനെ പുറമേ നിന്ന് നോക്കി നോവലിന്റെ തുടക്കത്തിൽ തന്നെ ജിം റീവ്സിന്റെ ഒരു
ലിറിക്സ് ഞാൻ പറയുന്നുണ്ട്. ഇയാളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജിം റീസിന്റെ കവിത കേട്ടുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതെ അതെ. അത് എന്താണ്? വെൽക്കം ടു മൈ വേൾഡ്, എൻ്റെ ലോകത്തേക്ക് സ്വാഗതം. മിറക്കിൾസ് ഹാപ്പൻ ദെൻ ആൻഡ് നൗ, വെൽക്കം ടു മൈ വേൾഡ്. അതുപോലെ തന്നെ ഒരു മുസ്ലിം പയ്യൻ ജൂതത്തെരുവിൽ വരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗവും ആവശ്യവുമായി തീരുന്നു. നമ്മൾ പൊതുവെ പറയാറുണ്ട് ഈ മതപരമായ ജീവിതം വളരെ നിഷ്ഠയോടുകൂടി കൊണ്ടുപോകുമ്പോഴും സാമൂഹിക ജീവിതത്തിൽ മലയാളികൾ മതാതീതമായ ഒരു ജനകീയത പുലർത്തിയിരുന്നു. അത് ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും യഹൂദനാണെങ്കിലും അങ്ങനെ പൊതുജീവിതത്തിൽ അവരെല്ലാ വിഭാഗങ്ങളുമായിട്ടും മതേതരരുമായിട്ടും മതവിശ്വാസികളുമായിട്ടും മറ്റു വംശീയ വിഭാഗങ്ങളുമായിട്ടൊക്കെ വളരെ അടുത്ത് ബന്ധപ്പെടുകയും സൗഹൃദം സൂക്ഷിക്കുകയും പല ഘട്ടങ്ങളിലും വിവാഹബന്ധങ്ങളിൽ പോലും ഏർപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു കേരളത്തിൻ്റെ വലിയ ജനകീയത, അത് മതാതീതമായ ജനകീയത എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഈ ജൂതത്തെരുവിലും ഉണ്ടായിരുന്നു അല്ലേ? ഇത്രയും റിജിഡായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അവർ മറ്റ് വിഭാഗങ്ങളുമായിട്ടും സ്നേഹത്തോടു കൂടി ബന്ധപ്പെട്ടിരുന്നു അല്ലേ? അതെ. നമ്മൾ ഈ എബി സേലം എന്ന് പറഞ്ഞ ആ കൊച്ചയെ അയാളുടെ ജീവിതം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം കിട്ടും. കാരണം അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് പഠിക്കുകയൊക്കെ ചെയ്തത്. അയാളുടെ പിതാവ് ഒരു യമൻകാരനായ ഒരു പ്രീസ്റ്റായിരുന്നു. അയാൾ ഒരു വയസ്സാകത്തേടതിന് മുമ്പ് തിരിച്ചു പോയി കളഞ്ഞു. പിന്നെ അമ്മയാണ് വളർത്തിയതൊക്കെ. ഈ എബി സേലമിനെ വളർത്തിയതൊക്കെ അമ്മ. വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചേക്കുക. പക്ഷേ നല്ല മിടുക്കനും തൻ്റെ ഇടമുള്ള ആളായിരുന്നു സേലം. അയാൾ ദിവാൻ്റെ അടുത്ത് കൃഷ്ണവിലാസത്തിൽ പോയിട്ട് പറഞ്ഞ്, എനിക്ക് തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരോടാണ് പറഞ്ഞത്? അക്കാലത്ത് ദിവാൻ്റെ അടുത്ത് എന്നിട്ട് ഒരു ജൂത ചെറുക്കൻ പറയണ്, എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് അവൻ എല്ലാ സാഹചര്യവും ചെയ്തു കൊടുത്തു ദിവാന്റെ മുമ്പിൽ ചെന്നിട്ടാണ് പറയണത്. അത്രയും ഇതുള്ള ആളാണ്. പിന്നീട് അയാൾ മഹാരാജാസ് കോളേജിൽ പഠിക്കുന്നു. അവിടെ നിന്ന് ഷൊർണൂർ, അതിനുശേഷം അവിടെ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം മദ്രാസിലേക്കാണ് പോകുന്നത്. മദ്രാസിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് കാളവണ്ടിയിൽ കയറി പോകണം. അവിടെ നിന്ന് ഷെർണൂർ എന്നിട്ട് അവിടെ നിന്ന് കരി വണ്ടിയിൽ കയറിയിട്ടാണ് അവർ പോകുന്നതൊക്കെ. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചത് ജോൺ മത്തായി ഒക്കെ ഉണ്ടായിരുന്നു. നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഫൈനാൻസ് മിനിസ്റ്റർ മറ്റായിരുന്നു. അതുപോലെ സി രാജഗോപാലാചാരി, വലിയ വലിയ ആളുകളൊക്കെ ആയിട്ടായിരുന്നു കോണ്ടാക്ട്. അവിടെ നിന്ന് ജോലി, പിന്നെ ലോ കോളേജ് അത് ലോ പഠിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ജോലി സർക്കാർ സർവീസിൽ തന്നെ ഈ തീരദേശക്കാരായ ആളുകളെ കുറിച്ച് ഉള്ള റിസർച്ച് ചെയ്യാനുള്ള എന്തോ ഒരു സ്കീം കിട്ടി. അങ്ങനെ അതിൻ്റെ ഓഫീസറായിട്ട് കൊച്ചിയിൽ വരികയാണ് ചെയ്യുന്നത്. അത് ശരി. അദ്ദേഹം ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇദ്ദേഹം ഈ പാവങ്ങളോടൊക്കെ വളരെ ഫീസ് വാങ്ങാതെ വക്കീൽ വാദിക്കുക, അങ്ങനെ ഭയങ്കര പബ്ലിക് സെൻസുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഗാന്ധിയനായിരുന്നു. അപ്പോൾ ഈ വൈറ്റ് ജ്യൂസ് ഉണ്ടാക്കിയതാണ് ഈ ജൂതപ്പള്ളി. ആ പള്ളി ഉണ്ടാക്കിയത് പരദേശിപ്പള്ളി അല്ലേ? പരദേശിപ്പള്ളിയാണ്. അവരുടെ വലിയ വലിയ പ്രമാണിമാരുടെ കുടുംബം ഉണ്ടാക്കിയതാണ് ആ പള്ളി. ആ പള്ളിയിൽ ഇവർക്ക് ജ്യൂസിന് ബെഞ്ചിലിരിക്കാൻ പാടില്ല, നിലത്തിരുന്നോളണം. അതായത് ഇയാൾ ആ കാലത്തെ ഈ വൈക്കം സത്യാഗ്രഹവും ഒക്കെ നടക്കുന്ന സമയത്ത് അതിനോടൊക്കെ യോജിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നു. മട്ടാഞ്ചേരിയിലെ ആദ്യത്തെ മുനിസിപ്പൽ അധ്യക്ഷനായിരുന്നു, മുനിസിപ്പൽ ചെയർപേഴ്സണായിരുന്നു എബി സേലമായിരുന്നു. ഈ എബി സേലത്തെ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ സ്റ്റേറ്റ് അസംബ്ലിയിൽ, കൊച്ചിയിലെ സ്റ്റേറ്റ് അസംബ്ലിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം അതിൻ്റെ അകത്ത് അയാൾ
ഞാൻ ഈ ഗാന്ധിയൻ രീതിയിലുള്ള സമരം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് കുട്ടികൾ, മൂത്ത രണ്ട് കുട്ടികളുണ്ടായിരുന്നു. ഒന്ന് ഒരാളുടെ പേര് ഈ നമ്മുടെ ഈ അല്ല ഇസ്രായേലിനുള്ള ഇത് ചെയ്യാനായിട്ട് ഇംഗ്ലണ്ടിൻ്റെ ആദ്യത്തെ അവിടുത്തെ ഇത് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടായിരുന്ന ആളല്ലോ ആർതർ ബാൽഫർ ഡിക്ലറേഷൻ ആണല്ലോ അത് പറഞ്ഞത്. ആ ബാൽഫറിനെ ഓർക്കാൻ വേണ്ടിയിട്ട് ബാൽഫർ എന്ന് പേരിട്ട് ഒരു മകന്. അപ്പൊ ഒരു സയനിസ്റ്റ് ആ സയനിസ്റ്റ് അല്ല അന്ന് ഇത്രയും ഇതില്ല. അല്ല അത് ശരിയാ. പിന്നെ ഒരു ജൂയിഷ് നാഷണൽ മൂവ്മെന്റ് പോലെ അവർക്ക് ഒരാഗ്രഹം. അവര് പിന്നെ ആ കാലത്ത് പിന്നെ അവരുടെ സ്വർഗം അവരുടെ വാഗ്ദത്ത ഭൂമി എന്നുള്ള ഒരു ധാരണയിലാണ് അവർ പോകുന്നത്. ഇത് ഇങ്ങനെയൊക്കെ ആയി തീരുന്നത് പിന്നെ ഫാസിസ്റ്റ് വന്നതിന് ശേഷം സമീപകാലത്ത് ഉണ്ടായതാണ്. ആദ്യകാലത്ത് അത് ചിലപ്പോൾ ആ മനസ്സിൽ ഉണ്ടായിട്ടില്ല. അയാൾ 1-2 തവണ മാത്രമേ പോയുള്ളൂ. അയാൾ പോയില്ല, ശ്രീലങ്ക പോയിട്ടില്ല, ഇസ്രായേലിൽ പോയില്ല. അയാളുടെ മക്കൾ 5 മക്കളുണ്ടായിരുന്നു, 5 പേരും പോയിട്ടില്ല. ശരി. അയാൾക്ക് ഏറ്റവും വലിയ ട്രാജഡി ആയത് അയാളുടെ 2 ഗൈനക്കോളജിസ്റ്റുകളായിരുന്നു, 2 പേര്, 2 പെൺകുട്ടികൾ. ഒരാൾ ഒരു റെഡ്ഡിയാണ് വിവാഹം ചെയ്തത്, ഹിന്ദു റെഡ്ഡി. ഒരാൾ ക്രിസ്ത്യാനിയായി. അത് അയാൾക്ക് പ്രയാസമായിട്ടുണ്ടാവും. അത് അയാൾക്ക് സഹിക്കാൻ പറ്റണില്ല. ശരി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരിക്കുമല്ലോ. അത് അവസാനം വരെ അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്ന. അതുപോലെ തന്നെ ഗാന്ധി ഇസ്രായേലിനെ അംഗീകരിച്ചിരുന്നില്ല. ഗാന്ധിയുടെ പല സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഇസ്രായേൽ ശരിയല്ല എന്നുള്ളത്. ഇസ്രായേൽ അംഗീകരിക്കാൻ പാടില്ല, അത് ദേശത്തെ, അത് ഒരു വംശത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റ് ഒരിക്കലും ജനാധിപത്യപരമല്ല എന്ന് ഗാന്ധി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയം കോൺഗ്രസ് ആയിരിക്കാനും ഒരേ സമയം സയനിസ്റ്റ് ആയിരിക്കാനും സാധിക്കില്ലല്ലോ. അപ്പൊ ഗാന്ധിയുമായിട്ട് പിണങ്ങി. അതെ. അപ്പൊ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇയാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ സമരങ്ങൾ, ആരാധനയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും അതിനെ എല്ലാം ഇയാൾ അനുകൂലിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ അയാൾ സ്വന്തം പള്ളിയിൽ നിന്ദിതനും പീഡിതനും ആയിരുന്നു. അവിടെ നിലത്തിരിക്കണമായിരുന്നു. എല്ലാ അതുപോലെ തന്നെ പന്തിഭോജനം പാടില്ല. അപ്പൊ പന്തിഭോജനം വരുന്നത് കാരണം എന്താണ്? അദ്ദേഹത്തോട് അങ്ങനെ അദ്ദേഹത്തോട് മാത്രമല്ല, ബ്ലാക്ക് ജ്യൂസിനുള്ള അവഗണന. എല്ലാ ബ്ലാക്ക് ജ്യൂസിനോടും ഇതേ സമയം അതാണ്. ബ്ലാക്ക് ജ്യൂസ് അവരുടെ ഇതിന് ഒത്തവരല്ല എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഈ ജാതീയതയുള്ള ഒരു രൂപം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അതെ. ഇതിപ്പം പ്രൊഫസർ MGS നാരായണൻ പറയുന്നുണ്ട്, അദ്ദേഹമാണ് ഈ കറുത്ത ജൂതന്മാരെ രക്ഷപ്പെടുത്തിയത്. അദ്ദേഹം ഈ 1000 AD ജോസഫ് റബ്ബാന് കൊടുത്തിട്ടുള്ള ജൂതശാസനം, ഭാസ്കര രവിവർമ്മ. അപ്പൊ ഈ ജൂതശാസനം യഥാർത്ഥത്തിൽ ബ്ലാക്ക് ജ്യൂസിനാണ് കൊടുക്കുന്നത്. അതെ, അതിവർ തട്ടിയെടുത്താണ്. അതിൽ പറയുന്നുണ്ട്, നമ്മൾ ജോസഫ് അസാറിന്റെ കഥ പറയണ്ടല്ലോ. 72 തലമുറകൾ ഇവര് കൊടുങ്ങല്ലൂര് ഭരിച്ചു, 5 വനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജൂതന്മാരെ താമസിച്ചു. അതിനുശേഷം 2 ബ്രദേഴ്സ് ജോസഫ് അസാറ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിയനെ കൊന്നുകളഞ്ഞു. അത് ശരി. ആ സംഭവം ഉണ്ട് അതിൽ, ജോസഫ് അസാർ എന്നുള്ള ചാപ്റ്ററിലുണ്ട്. ശരിയാ. അപ്പൊ ഈ ഭയങ്കര സംഘർഷം ഈ കറുത്ത ജൂതനും വെളുത്ത ജൂതനും തമ്മിൽ ഉണ്ടായിരുന്നു അല്ലേ? അതുണ്ടായിരുന്നു. അല്ല, അതുകൊണ്ടാണല്ലോ കൊന്നത്. അതെ. ആ കൊന്ന്. എന്നിട്ട് ഇയാളുടെ ജോസഫ് അസാർ അയാളുടെ ഭാര്യയെ പിന്നെ ചുമലിൽ പിന്നെ വെച്ചുകൊണ്ട് നീന്തി വേമ്പനാട് കായൽ നീന്തി കൊച്ചങ്ങാടിയിലെത്തി ആദ്യത്തെ പള്ളി അവിടെ പണിതു എന്നുള്ളതാണ്. അത് ശരി. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, നമ്മുടെ ആദ്യത്തെ 4 പള്ളികളുണ്ടായിരുന്നു. ആദ്യത്തെ പള്ളി തന്നെ നമ്മൾ ചോരപുരണ്ട കൈകൾ കൊണ്ടാണല്ലോ, പിന്നെ എങ്ങനെ ഇത് ശപിക്കപ്പെടാതിരിക്കും എന്ന്
പറയുന്നുണ്ട് അല്ലേ? പറയുന്നുണ്ട്. ഇത് ഈ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോയ ഇസ്രായേലിലേക്ക് പോയ ആളുകളുടെ ഇടയിലും ഈ കറുത്ത ജൂതന്മാർക്ക് അവിടെയും സമാനമായ അവിടെ പൊതുവെ ഉണ്ട്. അവിടെ വിവേചനങ്ങൾ ഉണ്ടായി എന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. മിക്സഡ് ആയിട്ട്. അപ്പൊ ആഫ്രിക്കക്കാരോടൊന്നും നല്ല നിലയിലല്ല. അല്ല, അതെ, അതെ. ഏകദേശം 85,000-ഓളം ആളുകളുണ്ടല്ലോ അവിടെ. ഉണ്ട് 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 ഉണ്ട്. അതെ. ഇന്ത്യയിൽ നിന്ന് തന്നെ പോയ ആദ്യകാലത്ത് ഇവര് ചെയ്തത് എന്താന്ന് വെച്ചാല് ഈ എന്താ റോസ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഭയങ്കര ബാങ്കർ ഉണ്ടായിരുന്നു. ബാരൻ റോത്ത്ചൈൽഡ്. ബാരൻ എന്ന് പറഞ്ഞാൽ പ്രഭു എന്നുള്ള അർത്ഥം. ബാരൻ റോത്ത്ചൈൽഡ് അദ്ദേഹത്തിനാണ് ഈ അദ്ദേഹം ബാങ്കറായിരുന്നു, വലിയ ബാങ്കറായിരുന്നു. അദ്ദേഹം ഇവരും ബാൽഫറും എല്ലാം ഒരു ഗൂഢാലോചനയിൽ നിന്നാണ് ഇസ്രായേൽ ബാൽഫോർ ഡിക്ലറേഷൻ ഒരു കത്താണ്. അത് ഈ ബാരൻ റോത്ത്ചൈൽഡിന് എഴുതിയിട്ടുള്ള ഒരു കത്താണ്. അതെ, അതാണ്. അയാള് ഫസ്റ്റ് വേൾഡ് വാറിൽ ഇവർ വല്ലാതെ സഹായിച്ചിരുന്നു. അതെ. ജൂതന്മാരുടെ സഹായം കൊണ്ടാണ് ഫസ്റ്റ് വേൾഡിൽ സഖ്യകക്ഷികൾ വിജയിച്ചത്. അതെ, 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 അതെ. അതാണ് അവരുടെ ഇത്. അപ്പോൾ ഇവിടെ കൊച്ചിയിലെ ജീവിതത്തിൽ ഒരു വൈരുദ്ധ്യം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ മട്ടാഞ്ചേരി മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിരുന്ന ആളാണ് ഈ സേലം കൊച്ച. അതേ സമയത്ത് കൊച്ചിയിൽ ഈ വൈറ്റ് ജ്യൂസിൻ്റെ ആള് എസ്കോഡർ വലിയ സമ്പന്നനായിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹമാണ് അവിടെ ആദ്യകാലത്ത് വെള്ളം കൊണ്ടുവന്ന് പെരിയാറിൽ നിന്നുള്ള വെള്ളം, പിന്നെ ഫെറി സർവീസ്, പിന്നെ ഇലക്ട്രിസിറ്റി കമ്പനി ഒക്കെ ഇതിൻ്റെയൊക്കെ പിന്നെ ബ്രെയിൻ കോഡറായിരുന്നു. അല്ലല്ല, കോഡർ പൈസ മുടക്കും, ഇയാൾ ഇത് ചെയ്യും. ഇയാളാണ് ആ സ്കീമൊക്കെ കൊണ്ടുവരുന്നത്. സേലം കൊച്ചാണ് ഇതൊക്കെ. അങ്ങനെയായിരുന്നു ആ കോമ്പിനേഷൻ. ആ കാര്യത്തിലൊക്കെ അവര് തമ്മിൽ നല്ല സൗഹാർദ്ദം ഉണ്ടായിരുന്നു. കോഡറിന്റെ തന്നെ ഒരു ബെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള ഓഫീസൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇയാളുടെ മൂത്ത മകൻ റൈമണ്ട് എന്ന് പറഞ്ഞ ആളാണ്. അയാളാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇവരൊക്കെ ഈ അടുത്ത കാലം വരെ ജീവിച്ചിരുന്നവരാണ്. അതെ, 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 അതെ. അപ്പോൾ ജൂതത്തെരുവിൻ്റെ ചരിത്രം MGS നാരായൺ, പ്രസിദ്ധനായ ചരിത്രകാരൻ, അദ്ദേഹം പറയുന്ന പോലെ ഒരു സാംസ്കാരിക സമന്വയത്തിൻ്റെ അല്ലേ, കൾച്ചറൽ സിംബയോസിസിൻ്റെ ഒരു അനുഭവമാണ്. അത് കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിയിൽ ഇത്രയും 10-30-35ഓളം വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്. സാംസ്കാരിക ഗ്രൂപ്പുകൾ അവിടെ ഇപ്പോഴും താമസിക്കുന്നുണ്ട് അവർ. അപ്പോൾ പിന്നെ ഇയാളില്ലേ നമ്മളെ സോഷ്യോളജിസ്റ്റ്, അയാൾ വന്ന് കൊച്ചിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് കൊച്ചിയിൽ ഈ ഇത്രയും വ്യത്യസ്ത സാംസ്കാരിക വിഭാഗങ്ങൾ എന്നിട്ട് ഒരു സംഘർഷം ഉണ്ടാകുന്നില്ല, കൊലപാതക വർഗീയതകൾ ഉണ്ടാകുന്നില്ല, ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ ഈ ജമാൽ ഖാൻ്റെ ഈ നോവൽ തന്നെ ഒരു വംശീയാഖ്യാനത്തിൻ്റെ രൂപത്തിലാണ് വരുന്നത് അല്ലേ? കാരണം ഈ വംശീയ വിഭാഗങ്ങളിലാണല്ലോ പല ഗ്രൂപ്പുകളായി അവിടെ നിൽക്കുന്നത് അല്ലേ? അതെ, അതെ. അതിൽ ആ തെരുവിൽ തന്നെ, ആ തെരുവിൽ ആ രണ്ടാമത്തെ ചാപ്റ്റർ നോക്കിയാൽ മനസ്സിലാവും. ആ രണ്ടാമത്തെ ചക്രത്തിൽ മോരമ്മ എന്ന് പറഞ്ഞിട്ട് ചെർളായിൽ നിന്ന് വരുന്ന ഒരു അമ്മ വന്നിട്ട് ഇഡ്ഡലി വിൽക്കുന്നുണ്ട്. ശരിയാണ്. പിന്നെ കമാലക്കടയിൽ നിന്ന് ഹംസാക്ക എന്ന് പറയുന്ന ഒരാൾ വന്ന് ഇവർക്കെല്ലാം ഇത് കഴിക്കാൻ പറ്റില്ല, അപ്പൊ കട്ട്ല, ജൂതന്മാർക്ക് തിന്നാവുന്ന മീനാണ് കട്ട്ല. അപ്പൊ കട്ട്ല കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അയാൾ വാങ്ങുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നാണ്. അതാരാണ് പറഞ്ഞത്? ഹംസാക്ക എന്ന് പറഞ്ഞ ആളാണ്. അതുപോലെ തന്നെ കാശ്മീരിൽ നിന്ന് വന്ന ആള് താമസിക്കുന്നുണ്ട്. അപ്പൊ അയാളും ഈ ഇതിലെ ഒരു കഥാപാത്രം, പേര് ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, സെക്കൻഡ് ചാപ്റ്ററിൽ പറയണം, ഒരു കാശ്മീരിയായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ആ തെരുവിൽ തന്നെ മുസല്ലകൾ വിരിച്ചിരുന്നിട്ട് നോമ്പ് തുറക്കുന്നുണ്ട്, ഇഫ്താർ നമസ്കരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരേ സമയത്ത് നടക്കുന്ന കൊച്ചിയുടെ ആ ഒരു സാമുദായിക സൗഹൃദത്തിന്റെ സൂചനയാണത്. അല്ല, വീണ്ടും നമ്മൾ തിരിച്ച് വർത്തമാനകാലത്തേക്ക് വരുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ നോവലിൻ്റെ രൂപത്തിലായാലും ചരിത്ര ഗ്രന്ഥത്തിൻ്റെ രൂപത്തിലായാലും നമ്മൾ ആദാനപ്രദാനങ്ങളിലൂടെ കൊണ്ടും കൊടുത്തും ഒന്നായി ജീവിച്ചതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഓർത്തിരിക്കണമല്ലോ. അത്തരത്തിൽ ഒരു ഓർമ്മക്കുറിപ്പല്ലേ ഈ പുസ്തകം? എന്താ? അതെ, അതെ. അല്ല, ആ ഉദ്ദേശത്തിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. കാരണം
ഈ പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത് സമർപ്പിച്ചിരിക്കുന്ന അവർക്കാണ്. ഗസയിലെ അത് വായിക്കാം, തുടക്കം തന്നെ അത് വായിക്കുമ്പോൾ തുടക്കം തന്നെ. പക്ഷേ അത് ഇവിടെ വരുന്നത് അൺഫിറ്റായിരിക്കും. അതെ. ഇവിടെ നമ്മളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി മാത്രം അത് വരുമ്പോൾ അത് അവിടെ അനുചിതമായിരിക്കും. കാരണം ഒരു കലാസൃഷ്ടി എന്ന് പറയുന്ന പ്ലേസ്മെൻ്റാണ്. ഇനി കവിതയായാലും ചിത്രകലയായാലും സിനിമയായാലും പിന്നെ സാഹിത്യകൃതിയായാലും ഒരു വാക്ക് അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോയി. അതെ, അത് പ്ലേസ്മെൻ്റ് എന്നുള്ള ഒരൊറ്റ വാക്കിൽ ഞാൻ കലാസൃഷ്ടികളെ നിർവചിക്കാനാണ് എനിക്ക് അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അത് പ്ലേസ്മെൻ്റാണ്. കാരണം ഉചിതമായ സ്ഥലത്ത് ആ ഒരു വാക്ക്, ഒരു നിറം, ഒരു വര അത് വരുമ്പോഴാണ് അത് കാരണം ഞാൻ എഡിറ്റിങ് ആയതുകൊണ്ടേ, ഇത്രയും കാലം എഡിറ്റ് ചെയ്തുകൊണ്ട് എനിക്കറിയാം. അതെ. അപ്പം അത് ഈ നോവല് വായിച്ചു പോകുമ്പോഴേ അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ആ കാലഘട്ടത്തിലൂടെയുള്ള ഒരു യാത്ര, അതിൽ നിന്ന് വർത്തമാനത്തിലേക്കുള്ള തിരിച്ചുവരവ്, ഭൂതകാല ഓർമ്മകൾ ചികഞ്ഞെടുക്കുന്ന രീതി, ഇതിലൊക്കെ നല്ല കൈയടക്കമുള്ള ഒരു എഡിറ്ററെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ സർഗാത്മകമായ ആ രചന കൈയടക്കത്തോടു കൂടി നിർവഹിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. അതോടൊപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഏത് നോവൽ വരുമ്പോഴും അത് വരുന്ന കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം മനുഷ്യർ തമ്മിൽ വലിയ അകൽച്ച, മതപരമായും വംശീയമായും സംഘർഷവും ഒക്കെ ഉണ്ടാകുന്നു. നമ്മൾ മറ്റുള്ളവരെ വെറുക്കാൻ കൂടുതൽ ശീലിക്കുന്ന ഒരു കാലത്ത് ഇത്തരത്തിലൊരു നോവല് വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുകയാണ്. അതും കേരളത്തിലെ ഒരു മൈക്രോ മൈനോറിറ്റി എന്ന് പറയാവുന്ന ഒരു ഭാഗമാണ് ജൂതന്മാർ. അതേസമയം ജൂതന്മാരുടെ സാന്നിധ്യം നമ്മുടെ സംസ്കൃതിയിൽ വളരെ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ മുടി പിന്നിയിടുന്നതൊക്കെ ജൂതന്മാരിൽ നിന്ന് വന്ന കഷ്ടമാണത്രേ. അപ്പം മുടി ഇങ്ങനെ പിന്നിയിട്ട് പോകുന്ന നസ്രാണി കുട്ടിയോട് നീ എന്താടി ജൂതപ്പെണ്ണിനെ പോലെ നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ അതിപ്പോൾ എന്ന് വെച്ചാൽ ഈ ഞാനൊരു പുസ്തകം തന്നെ എഡിറ്റ് ചെയ്യുന്നു, ആദാനപ്രദാനങ്ങൾ കേരള സംസ്കാരത്തിൽ എന്ന് പറഞ്ഞ ഒരു പുസ്തകം തന്നെ. അത് മാധ്യമം വാട്സപ്പിന് വേണ്ടി ചെയ്താണ്. കൊടുക്കലും വാങ്ങലും എല്ലാ സമൂഹങ്ങളും തമ്മിലും ഉണ്ടായിട്ടുണ്ട്, എല്ലാ തരത്തിലും. ഇപ്പം താലിമാല എന്നുള്ള ഒരു സംഭവം, താലിമാല നായന്മാരുടെ ഇടയിൽ മറ്റോ സവർണ സമുദായത്തിലുണ്ടായിരുന്നതാണ്. അത് വന്നത് താഴെ നിന്നാണ്. ആ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽ നിന്ന് വന്ന് പിന്നെ ഇഴവരിൽ നിന്ന് പിന്നെ നായന്മാരിലേക്ക് വന്ന് അങ്ങനെ അത് മറ്റ് സമുദായങ്ങളിലേക്ക് വന്നു അല്ലേ. അപ്പോൾ പിന്നെ എല്ലാ കാര്യത്തിലും ഉണ്ട്. വാസ്തുശില്പകല മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് ആദ്യകാലത്തെ മുസ്ലിം പള്ളികളൊക്കെ തന്നെ നോക്കിയാൽ അവരുടെ ആർക്കിടെക്ചറാണ് വാസ്തുശില്പം. അതുപോലെ എല്ലാത്തിലും ഭക്ഷണത്തിലൊക്കെ ഉണ്ട് ഈ കൾച്ചറുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ജമാൽ കൊച്ചങ്ങാടി 12 കൊല്ലം എടുത്താണ് ഞാൻ ഈ നോവൽ എഴുതിയത്. അതിൻ്റെ ഒരു വായന ഒരു പാൽപ്പായസം പോലെയാണ് എനിക്ക് ഈ നോവൽ വായിച്ചപ്പോൾ തോന്നിയത്. 250 കൊല്ലത്തെ കഥ പറയാനായിട്ട് 225 പേജ് എടുത്തിട്ടില്ല. അതാണ് വളരെ വാക്കുകൾ വളരെ കൃത്യതയോടുകൂടി ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി ചേർത്ത് അനാവശ്യമായ വിശദീകരണങ്ങളില്ലാതെ വളരെ കൈയടക്കത്തോടു കൂടി ഒരു കഥ. എൻ്റെ കൺസെപ്റ്റിൽ നോവല് വായനക്കാരനും നോവലിസ്റ്റും കൂടി എഴുതണ ഒരു സൃഷ്ടിയാണ് നോവല്. കാരണം ഞാൻ പല സംഗതികൾ ചില ക്യാരക്ടേഴ്സൊക്കെ കോറിയിട്ടിട്ട് പോയിരിക്കരുത്. അത് വായനക്കാരൻ, പ്രബുദ്ധനായ വായനക്കാരനെ അത് കണ്ടെത്തുമെന്നും വായിക്കുമെന്നും മനസ്സിലാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാം വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറയുന്ന ആ കാലം കഴിഞ്ഞു പോയി. അത്രയും വിവരണം ആവശ്യമില്ല, അലങ്കാരങ്ങളില്ല, ചേതോഹരമായ വാക്കുകൾ പ്രയോഗിച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല. സാധാരണക്കാരുടെ സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത്. യെസ്. അപ്പോൾ
വളരെ സന്തോഷം ജമാൽക്ക നമ്മുടെ കൂടെ ഇത്ര നേരം സമയം ചെലവഴിച്ചതിന്. ഈ നോവലിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ചരിത്രമുണ്ട്, സംസ്കാരമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആധാനപ്രധാനമുണ്ട്, ഭാഷാ പഠനത്തിലുള്ള അനന്ത സാധ്യതയുണ്ട്. ഇപ്പോൾ ജൂത മലയാളം എന്നുള്ള ആ ഒരു ഭാഷാ രീതിയെക്കുറിച്ച് അധികമാർക്കും അറിയില്ല. അപ്പോൾ എത്രയോ മലയാളം മാത്രമല്ല, ഈ പോർച്ചുഗീസ് മലയാളം ഉണ്ടായിരുന്നു ഒരു പോർച്ചുഗീസ് കാലത്ത്. അത് ശരിയാണ്. അത് ഒരു 5-8 കൊല്ലമായിട്ട് അത് ഇല്ലാതായി പോയിട്ട്. അതെ അതെ, അത് പറവൂരിലുണ്ടായിരുന്നു. അത് അറിയാവുന്ന ആള് മരിച്ചുപോയി. യെസ്, കുറച്ച് കൊല്ലം മുമ്പ്, 8-10 കൊല്ലം മുമ്പാണ് അയാൾ മരിച്ചുപോയി. അതെ അതെ. ഈ ലുസാദോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോർച്ചുഗീസുകാരും മലയാളികളും ചേർന്ന ഒരു ഗ്രൂപ്പ് ലുസാദോസ് എന്ന് പറയും. ഈ ലുസാദോസിന്റെ ഇടയിൽ ഈ ഭാഷയാണ് പ്രയോഗിച്ചത്. അത് പോർച്ചുഗീസ് വാക്കുകളും മലയാളത്തിന്റെ വ്യാകരണവും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അത് ശരിയാണ് ജമാൽക്ക പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഒരു ഗവേഷണത്തിന് പോലും വലിയ സാധ്യത തുറന്നു വയ്ക്കുന്ന നല്ല ഒരു സർഗാത്മക സൃഷ്ടിയാണ് ജമാൽക്ക നടത്തിയിട്ടുള്ളത്. ഇത് എങ്ങനെ വായിച്ചു നോക്കിയാലും ഇതിൽ എത്ര കഥ, എത്ര നോവൽ, എത്ര ചരിത്രം, കുറേ കഥാപാത്രങ്ങളുണ്ട് എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റില്ല. ശരിക്കും ചരിത്രം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെടേണ്ടുന്ന ഒരു പുസ്തകമാണ്. ജൂത ചരിത്രത്തിലൂടെ മലയാളികളുടെ സ്വത്വത്തെ ലോകത്തിന് മുന്നിൽ തുറന്നു വെച്ച മെമ്മറിയാസ് ഹിസ്റ്ററി, ചരിത്രം ഓർമ്മകളിലൂടെ അവതരിപ്പിക്കുന്ന വംശീയാഖ്യാനത്തിൻ്റെ എല്ലാ സ്വരൂപവും ഉൾച്ചേർന്നിട്ടുള്ള സുന്ദരമായൊരു നോവലാണ് പാൽപ്പായസം പോലെ വായിച്ചു പോകാം. സമകാലീന കേരളത്തിൽ നമ്മളുടെ മനസ്സിനെയും നമ്മുടെ സംസ്കൃതിയെയും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെയും സമുദ്ധരിക്കുവാനും സംസ്കരിക്കുവാനും സഹായിക്കുന്ന ഒന്നാന്തരം കലാസൃഷ്ടി എന്ന നിലയിൽ ജമാൽക്ക എഴുതിയിട്ടുള്ള സിനഗോഗിലെയും വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തോടൊപ്പം ഇത്ര സമയം നമ്മൾ ചെലവഴിച്ചു. ജമാൽക്കയ്ക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.